കൊണ്ടുവരുവാനായിട്ടുള്ള വലിയ പരിശ്രമമാണ് ഗാന്ധി നടത്തിയത്. അത് കാരണമാണ് ചില ആളുകൾക്ക് ഗാന്ധിയോട് വിരോധം തോന്നി. ഇവിടെ ചില ആളുകളുണ്ടായി, ഇവിടെ ആളുകളെ ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമായിട്ട് അണിനിരക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടായിരുന്നു. ഇവിടെ ഏതെങ്കിലുമൊക്കെ മതങ്ങളുടെ പേരിൽ വേർതിരിപ്പിക്കണമെന്നുള്ള ചിന്തകളുടെ ആളുകളുണ്ടായിരുന്നു. അവരാണ് ഗാന്ധിയെ വകവരുത്തുവാനായിട്ടുള്ള ഗൂഢാലോചനകൾ നടത്തിയത്. മഹാനായ ഐൻസ്റ്റീൻ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്, മജ്ജയും മാംസവും ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് പുതിയ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുമെന്നാണ് മഹാനായ ഐൻസ്റ്റീൻ പറഞ്ഞത്. ഗാന്ധിജിയെ കുറിച്ച് അങ്ങനെയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ലോകത്തിന്റെ മുമ്പാകെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ട്, സത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംസ്കാരത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിച്ച ഒരു മഹാനായ മനുഷ്യന്റെ വിരിമാറിലേക്ക് വെടിയുണ്ട വായിക്കുവാനായിട്ട് വർഗീയ വിഷം വെക്കുന്ന തരത്തിൽ അത്തരത്തിൽ ആളുകളെ വിഭജിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. മഹാനായ ഗാന്ധിയെ വകവരുത്തിയവർ, നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ആദ്യത്തെ തീവ്രവാദി, ആ തീവ്രവാദിക്ക് ഗാന്ധിയെ കുറിച്ച് ഉണ്ടായിരുന്ന വിരോധം, ഗാന്ധി ഇങ്ങനെ എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വിഭാഗമായിട്ട് ആളുകളെ വേർതിരിച്ചു നിർത്തുവാനായിട്ടുള്ള അവരുടെ പരിശ്രമത്തിന് ഗാന്ധി എതിരാണ്. അതിനാണ് ഗാന്ധിയെ വകവരുത്തുവാനായിട്ട് വിവിധങ്ങളായിട്ടുള്ള ഗൂഢാലോചനകൾ നടത്തി. അങ്ങനെ ഗൂഢാലോചനകൾ നടത്തി ഗാന്ധിയെ അവർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്നും ഗാന്ധി മരിച്ചിട്ട് എത്രയോ നാളുകളായി. ഇന്നും ഗാന്ധിയെ ഭയപ്പെടുകയാണ്. ഗാന്ധിയെ ഭയപ്പെടുന്നവർ ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് ആ ചിത്രത്തിന്റെ നേർക്ക് വെടിയുണ്ടകൾ പാലിക്കുകയാണ്. നമ്മളെല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തുന്ന ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും മുസൽമാനെയും ജൈനനെയും ബുദ്ധനെയും പാർഷിയെയും എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തുന്ന ഒരു മഹാദീപമായിട്ട് ഗാന്ധി ഈ രാജ്യത്ത് മരിക്കാതെ ജീവിക്കുമ്പോൾ ഗാന്ധിയെ കൊല്ലുവാനായിട്ട് വീണ്ടും ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് ആ ചിത്രത്തിന്റെ നേർക്ക് വെടി